ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായ്ക്കുള്ളൊരു പെട്ടികെട്ടൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ദുബായ്ക്കുള്ളൊരു പോക്കും പെട്ടികെട്ടിയുള്ള വീഡിയോസ് എല്ലാം ആയിട്ടാണ് കുറച്ച് ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ചെമ്മു ദുബൈക്ക് പോയവ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിന്ന് എഡിറ്റ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ 5 മണി 4:45 5 മണി ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി 2 മണി ആ സമയത്താണ് നമ്മൾ പെട്ടി കെട്ടിയത്. പിന്നെ കുറച്ച് ബീഫെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായത് കൊണ്ട് തണുപ്പൊക്കെ പോകണ്ടാച്ചത് രാവിലെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടിയതാണ്. ഓരോ സാധനം കാർട്ടൂണിലും ട്രോളിയിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ്, പിന്നെ കുറച്ച് അച്ചാർ, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാസർഗോഡ് MS-ന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അത്യാവശ്യം പോകേണ്ട സാധനം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ കുറേ സാധനം കൊണ്ടുപോയിട്ടാണ് 20 കിലോ 7 കിലോ അത്രയും ഉണ്ടായിട്ടു. അങ്ങനെ രാത്രി പിള്ളേരെല്ലാം കിടന്നതിന് ശേഷമാണ് നമ്മൾ പെട്ടിയെല്ലാം കെട്ടിയത്. എന്താ വെച്ചെങ്കിൽ നെയാസിനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് അറിഞ്ഞെങ്കിൽ പെട്ടി കെട്ടുന്ന കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്ന വെച്ചിട്ട് ഓരെല്ലാം കിടന്നുറങ്ങിയതിന് ശേഷം നമ്മൾ പെട്ടി കെട്ടാമെന്ന് വിചാരിച്ച്. പിന്നെ പെട്ടി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെ ഒന്നും എടുത്ത് വെച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പെട്ടിയിലെ സാധനമെല്ലാം എടുത്ത് വെച്ചിട്ട് അത് പാക്ക് റോൾ ചെയ്തിട്ടുണ്ടായിട്ടാ. അത് രാവിലെ ഫ്രീസർ നിറച്ച് വെച്ചതിന് ശേഷം ചെയ്യാലിച്ച് രാവിലെ 4:30 മണിയാകുമ്പോൾ പെട്ടി ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ നോക്കിയിട്ട് വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു. 7 കിലോ അല്ലേ ഹാൻഡ് ബാഗ് ഉള്ളത്. അപ്പോൾ ഹാൻഡ് ബാഗ് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ അവിടെ എത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്ട് വെച്ചിട്ട് ഓരോന്നിടുന്ന ആൾക്ക് വെയിറ്റ് നോക്കിക്കോണുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സ്, തോർത്ത്, അങ്ങനെ അത്യാവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ എടുത്തിട്ട് നമ്മൾ കുറേ ഒന്നും വേണ്ട, ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് വേണ്ടതും വേണ്ടാത്തെല്ലാം മാറ്റി വെച്ചിട്ട് പെട്ടിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീസറിൽ ഉണ്ടായ ബീഫ് എടുത്തിട്ട് വന്നിട്ട് എത്ര വെയിറ്റ് ഉണ്ട് നോക്കാൻ വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ കുറേ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 8 ഡ്രസ്സ് അതൊന്നും കൊണ്ടുപോയിട്ട് അതൊന്നും വേണ്ട, കുറേ ഡ്രസ്സൊന്നും വേണ്ടാട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അങ്ങനെ ആകെ ഒന്നേ ഷർട്ട് കൊണ്ടുപോയിട്ടുണ്ടായിട്ടു. 2-3 ടീഷർട്ട് മാത്രം ഡ്രസ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷർട്ടൊന്നും വേണ്ട, അവിടെ യൂസ് ആക്കുന്നില്ല. ടീഷർട്ട് മാത്രമാണ് അവിടെ യൂസ് ആക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ ബീഫ് എടുത്തിട്ട് കൊണ്ടുവരാറ് ഞാൻ പോരാണ്ട. ബീഫ് എടുത്തിട്ട് കൊടുത്തിട്ട് ചെറിയ പാക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ ബീഫ് എടുത്തിട്ട് നോക്കി, വെയിറ്റ് നോക്കിയിട്ട് കൊണ്ടൊക്കെ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സാധനം സെറ്റാക്കാലിട്ട് അങ്ങനെ ബീഫെല്ലാം എടുത്തിട്ട് സെറ്റാക്കി വെച്ച് ഓരോന്നേ നോക്കുന്നുണ്ടായിരുന്നു. പാക്കിങ് ആക്കിയിട്ട് തന്നെ അവർ കൊണ്ടു തന്നത്. നമ്മളിതല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററിൻ്റെ ബീഫാണ് അളിയൊക്കെ കൊടുക്കാനുള്ളത്. പള്ളിയിൽ റാത്തീബിൻ്റെ കിട്ടിയ ബീഫായിരുന്നു ഇത്. അപ്പോൾ റാത്തീബിൻ്റെ ബീഫ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ അവർ കുറേ ദിവസമായി ഫ്രീസറിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത് നോക്കുന്നത്. അങ്ങനെ വേറെ പാക്കിങ് ആക്കിയിട്ടാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അതിൻ്റെ പേരെല്ലാം വായിച്ച് നോക്കിയതാണ് ചുമ്മാ. അങ്ങനെ വെയിറ്റ് നോക്കി അതും സെറ്റാക്കിയിട്ട് വെച്ച് അങ്ങനെ ബീഫെല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെ പെട്ടി കെട്ടാനുള്ള സെറ്റപ്പിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉറക്കം നല്ലോണം വരുന്നുണ്ടായിരുന്നു. കുറേ ലേറ്റാവോളം ഇന്നലെയും ഉറങ്ങിയിട്ടുണ്ടായിട്ട് അങ്ങനെ കുറേ സമയം എടുക്കേണ്ട ബേമ്പേ സെറ്റാക്കിയിട്ട് വെക്കുക. ബാക്കി പെട്ടിയെല്ലാം പയ്യെ രാവിലെ കെട്ടാലിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓരോന്നേ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ബീഫ് എടുത്തിട്ട് കൊടുത്തിട്ട് റോളറിൽ റോളാക്കി വെച്ച് തണുപ്പുണ്ടാകുമ്പോൾ പിന്നെ പെട്ടിയൊക്കെ നനയില്ലേ, അങ്ങനെ വേറെ തന്നെ റോളാക്കിയിട്ട് കുറേ സമയം റോളാക്കില്ല. വായിച്ചെങ്കിൽ പുറത്ത് തണുപ്പ് വന്നിട്ട് കാർട്ടൂൺ നനഞ്ഞെങ്കിൽ പിന്നെ എയർപോർട്ടിൽ നിന്ന് അയക്കേണ്ടി വരില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അതിനെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു വലിയ, അത് കാർട്ടൂണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജാക്കറ്റിൽ പൊതിഞ്ഞിട്ടാണ് അതിനെ വെച്ചത്. പെട്ടിക്ക് നനയാൻ പാടില്ലല്ലോ അല്ലിട്ട്. പിന്നെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും തെർമോക്കോളിലെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നത്. അപ്പം ഫ്രീസറിൽ വെച്ച പോലെ തന്നെ ഉണ്ടാവും, തണുപ്പും പോവില്ല, പിന്നെ കാർട്ടൂണും നനയില്ല. പിന്നെ അത്യാവശ്യം സാധനം കൊടുത്തിട്ട് അച്ചാറും കുറച്ച് ബേക്കറി ഐറ്റംസ് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പെട്ടി എല്ലാം റെഡി ആയിട്ട് കെട്ടാനുള്ള ഏർപ്പാടിലാണ് ഉണ്ടായത്. അങ്ങനെ പെട്ടി കെട്ടുന്നതാണിത്. അങ്ങനെ കാർട്ടൂൺ കുറച്ച് വലുതായിപ്പോയി. ആകെ 20 കിലോ 10-18 കിലോ ഉണ്ടായിട്ട് വെയിറ്റ്. കാർട്ടൂൺ വലുതായത് കാരണം അതിന് ബാക്കിയുണ്ടത് മുറിച്ചിട്ടെടുത്തിട്ട് പിന്നെ വെയിറ്റ് വെറുതെ കൂട്ടുന്നതിൻ്റെ ബാക്കിയുണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം പെട്ടീനെ നല്ല പങ്ങനെ റോൾ ചെയ്യുന്ന ലാമിനേഷൻ കവറില്ലേ, അതിൽ തന്നെ നല്ല പങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള സാധനം രാത്രി എടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ വേറൊന്നും പണി ഉണ്ടായിട്ട് ഈ പെട്ടി കെട്ടാൻ മാത്രമേ ഉണ്ടായിട്ടു രാവിലത്തെ പണി.
രാവിലെ കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചതിന് ശേഷം ഇങ്ങനെ പെട്ടി ബാക്കി ലാമിനേഷൻ ചെയ്താണ്. പിന്നെ ചങ്ങായി കൂട്ടാനും വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വന്നതിന് ശേഷം ഓനും കൂടി കുറച്ച് ഹെൽപ്പാക്കി. അങ്ങനെ പെട്ടെന്നായി റോൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിനെ വയത് കെട്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം സാധനം മാത്രമേ ഉണ്ടായിട്ടു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ടുമില്ല. പിന്നെ ഈ ദുബൈക്കാർക്ക് നാട്ടിലത്തെ പള്ളിയിലത്തെ റാത്തീവിൻ്റെ ഇറച്ചിക്കറിയും പത്തലും കിട്ടിയില്ല കാണുന്നില്ലല്ലോ. അവർക്കതൊരു വേറെ തന്നെ വൈബല്ലേ. എങ്ങനെയും പാങ്ങണ്ടിപ്പാ പള്ളിയിലത്തെ ഇറച്ചിക്കറിയെല്ലാം. പിന്നെ അത് വേറെ എടുത്തിട്ട് പറഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതും കൂടി കിട്ടിയിട്ടാകുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. പിന്നെ അത് ആയത് കെട്ടൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. വേണ്ട എടുക്കാനും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് ബീഫും ആയത് കൊണ്ടുപോയതാണ്. പള്ളിയിലത്തെ ബീഫ് എന്നുള്ള പറഞ്ഞെങ്കിൽ അത്ര നല്ല ടേസ്റ്റുള്ള ബീഫല്ലേ. അപ്പം അങ്ങനെ അത് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ആരും കെട്ടൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ട. അങ്ങനെ ഇതാ എല്ലാം റെഡിയാവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പെട്ടി കണ്ട പെട്ടി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായ പെട്ടി തന്നെ ഇത് ഫുൾ ഒടിഞ്ഞിട്ടെല്ലാം ഉണ്ടായിന്. പിന്നെ വേറൊരു ചെറിയ പെട്ടി ഉണ്ടായിന്. അതിൽ പിടിക്കുന്നില്ല, സാധനമൊന്നും പിടിക്കാത്തതുകൊണ്ട് ഈ പെട്ടീനെ കട്ടാക്കിയിട്ട് അമർത്തി പിടിച്ചിട്ട് ലാമിനേഷൻ ചെയ്തതാണ്. ലാമിനേഷൻ ചെയ്തിട്ട് നല്ല സെറ്റായിന്. ചെറിയ കുഞ്ഞി പെട്ടിയായിന്. പക്ഷെ മുന്നേ ഉണ്ടായ പെട്ടി അകലമില്ലാത്തതുകൊണ്ട് അതിലിടാൻ പറ്റിയിട്ടുണ്ടായിട്ട. അങ്ങനെ ഇതിങ്ങനെ റോളാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചാണ്. സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സെല്ലോ ടേപ്പൊന്നും നിൽക്കുന്നില്ല. ഈ ലാമിനേഷൻ ആക്കിയെങ്കിൽ നല്ല പങ്ങല പെട്ടി കെട്ടുമ്പോൾ നല്ല പങ്ങല നിൽക്കും. അങ്ങനെ ചങ്ങായി വന്നിട്ടാകുമ്പോൾ ചങ്ങായും കൂടി ഹെൽപ്പാക്കി. അപ്പോൾ അതാ ഇങ്ങനെ ആയിടാ ഫൈനൽ സ്റ്റേജ്. അടിപൊളിയായിട്ട് പാക്കിങ് അടിപൊളിയായി. പിന്നെ ഈ സ്ക്വയറിൽ തന്നെ പാക്കാക്കണമെന്നെല്ലാം ഉണ്ടല്ലോ, റൗണ്ടായിക്കൂടാ. അങ്ങനെ പെട്ടി കെട്ടുമ്പോൾ അങ്ങനത്തെ എന്തെല്ലാം നിയമമുണ്ട്. അപ്പോൾ അത് റൗണ്ടായെങ്കിലും എയർപോർട്ടിൽ നിന്ന് അയച്ചിട്ട് അതിൽ സ്ക്വയർ തന്നെ ആക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ലാസ്റ്റിൽ റെഡി ആയിട്ട് എൻ്റെ നെയ്യാസ് പോലെ ഒരു മുത്തും കൊടുത്തിട്ട് ജമ്മു ദുബൈയിലേക്ക് പോയി. ഓക്കെ, ബൈ ബൈ.